ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2024-ലും 2025-ലും പി സി ചോദിച്ചിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ്. ഓക്കെ, ഇത് പാർട്ട് 1-ലെ ക്ലാസ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പാർട്ട് 2 ആയിട്ട് അടുത്ത കുറച്ച് കറണ്ട് അഫേഴ്സ് ഇടാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. 2024-ലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്നാ ചോദിച്ചിട്ടുള്ളത്. അത് മാധവ് ഗാഡ്ഗിലാണ് കേട്ടോ. 2024-ലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് ഗാഡ്ഗിലാണ്. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഷാജഹാൻ ആണ്. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എ ഷാജഹാൻ. അടുത്തത്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100 ദിവസമാണ്. 100 ദിവസമാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസാൻ, റഷ്യയാണ് കേട്ടോ. ബ്രിക്സ് ഉച്ചകോടിയാണ്. ഉച്ചകോടികളൊക്കെ നന്നായി നോട്ട് ചെയ്തിട്ട് എക്സാമിന് പോവുക കേട്ടോ. വരാൻ പോകുന്ന എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള സുസ്ഥിര വികസനമാണ് കേട്ടോ. അജണ്ട 21 അല്ലെങ്കിൽ അജണ്ട 21 ആഗോള സുസ്ഥിര വികസനത്തെ സൂചിപ്പിക്കുന്നതാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ്. അടുത്തത്, ലഞ്ച് ബെല്ല് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമാണ്. ലഞ്ച് ബെല്ല് പദ്ധതി കേരളമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാനയാണ്. മഹാലക്ഷ്മി സ്കീം കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ മലയാളി താരമാണ് PR ശ്രീജേഷ് ആണ് കേട്ടോ. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ നോട്ട്സും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി, പിന്നെ ഒളിമ്പിക്സിൽ ഫസ്റ്റ് സ്ഥാനം ഏത് രാജ്യത്തിനാണ്, 2ാം സ്ഥാനം അവർ നേടിയ മെഡലുകൾ, നമ്മുടെ ഇന്ത്യ നേടിയ മെഡലുകൾ. ഓക്കെ, പിന്നെ പതാക ഏന്തിയത്, അവസാനവും തുടക്കവും പതാക ഏന്തിയത് ആരൊക്കെയാണ്, അവരുടെ പേരുകളൊക്കെ പഠിച്ചു വെക്കുക. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഹോൺ ഹിഡാൻക്യു ആണ് കേട്ടോ. നിഹോൺ ഹിഡാൻക്യു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ. 70ാമത്, ശ്രദ്ധിക്കാം, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയിയാണ് കാരിച്ചാൽ ചുണ്ടൻ. 2025 പ്രഥമ ഖൊഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2025 പ്രഥമ ഖൊഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. അടുത്തത്, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട് എന്നുള്ളത്. ഇത് നേരെ തിരിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന പോലീസിന്റെ വേറെ, അതായത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്നുള്ള സംഘടന കൂടി, അവരുടെ കൂടെ ഏത് സംഘടന, അതായത് ആരാ കൂടി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ആയിരുന്നു കൂട്ട് എന്ന പദ്ധതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഏതിലാന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ VFAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യുക. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലമാണ് കേട്ടോ. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലത്താണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ഇത് LDക്കോ LGSനോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ്, തിരുവനന്തപുരം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കേട്ടോ. യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. 2024
സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ചോദിച്ചതിനാൽ ഹാൻകാങ്ങിനാണ് കേട്ടോ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ്ങിനാണ്. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടി. മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നോട്ട് ചെയ്യുക. കഴിഞ്ഞൊരു എക്സാമില് എനിക്ക് തോന്നുന്നു VFAയുടെ എക്സാമിലെ തോന്നുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അവരുടെ വേറൊരു വകുപ്പ് തൊഴിൽ വകുപ്പ് കൂടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ശിവൻകുട്ടിയാണെന്ന് പേര് ശിവൻകുട്ടിയാണ്, പക്ഷെ ഒരുപാട് പേര് തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് ആളുടെ പേര് എഴുതാണ്ടേ ഇതേപോലെ കൃഷ്ണൻകുട്ടി എന്തോ ഒരു ഓപ്ഷൻ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും തെറ്റിച്ച് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കായിക മന്ത്രി ഒക്കെ പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി അബ്ദുറഹ്മാൻ ആണ് കേട്ടോ. വി അബ്ദുറഹ്മാൻ ആണ്. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ചോദിച്ചാൽ വൈക്കമാണ് കേട്ടോ. വൈക്കം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത് ചോദിച്ചാൽ പ്രിയങ്കയാണ് കേട്ടോ. പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം 2023 സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദാരിദ്ര്യവും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷമാണ് കേട്ടോ. 5 ലക്ഷം. അടുത്തത്, ലോക നഗര ദിനത്തിൽ യുനെസ്കോ അതായത് 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. തിരികെ സ്കൂളിലേക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. അടുത്തത്, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? ഗണതന്ത്ര മണ്ഡപമാണ് കേട്ടോ. ഗണതന്ത്ര മണ്ഡപമാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. അടുത്തത്, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ് കേട്ടോ. കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. അതുപോലെ തന്നെ ഇപ്പൊ മാറിയ കുറച്ച് പദവികൾ ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും നോട്ട് ചെയ്തിട്ട് പോവുക. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോഡ് ഉദ്ഘാടനം നടന്നത് NH66 മുംബൈ ടു ഗോവ. ഓക്കെ, NH66 മുംബൈ ടു ഗോവയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോഡ്. ഓക്കെ. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരമാണ് കേട്ടോ. സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരമാണ് ലാഹോർ കേട്ടോ. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരമാണ് ലാഹോർ. അടുത്തത്, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ 2025 ജനുവരി 19 കേട്ടോ. 2025 ക്വസ്റ്റ്യൻ ആണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19 കേട്ടോ. 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷനാണ് കേട്ടോ. കെ അരവിന്ദാക്ഷൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം മനു ഭാക്കർ ആണ് കേട്ടോ. മനു ഭാക്കർ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനു ഭാക്കർ ആണ്. ഓക്കെ, അപ്പൊ ഒളിമ്പിക്സ് നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ആയില്ലേ. അപ്പോൾ ഒളിമ്പിക്സ് നന്നായി പഠിക്കുക. കാരണം അതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. കേംബ്രിഡ്ജ് ആയിരുന്നു, വേദി പാരീസിലായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. അത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തരാം. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്ര പേരാണ് പാരീസ് ഒളിമ്പിക്സിൽ
പങ്കെടുക്കാൻ ഉള്ള കായിക താരങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ നിന്നുള്ള കായിക താരങ്ങളുടെ എണ്ണം, അതായത് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, അടുത്തത് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർഗവസന്തമാണ് കേട്ടോ. സർഗവസന്തമാണ്. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർദ്രമാണ് കേട്ടോ. ആർദ്രം. അടുത്തത് നിലാരംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് അഗതി രഹിത കേരളം. അഗതി രഹിത കേരളം. ഓക്കെ, കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എന്നിവയുടെ വകുപ്പ് മന്ത്രി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്നിവയുടെ മന്ത്രിയാണ് MP രാജേഷ്. ഓക്കെ, കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസനം വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ MP രാജേഷ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 2 ദിവസം, അതായത് മൺഡേ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. വരും ദിവസങ്ങളിലെ എക്സാം മെയ് 24 തീയതി മെയ് 21 തീയതി എക്സാം ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.